ഹലോ, വീട്ടിൽ മുളക് പൊടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ മുളകൊക്കെ ഇനി മേടിച്ച് പൊടിപ്പിക്കണം. അങ്ങനെ ഞാൻ ടൗണിൽ മുളക് കടയിലോട്ടൊന്ന് വന്നു. പിന്നെ നമ്മളിത് ഈ മുളകാണ് കേട്ടോ സ്ഥിരം മേടിക്കുന്ന കാശ്മീരി മുളക്. അപ്പം ഈ കാശ്മീരി മുളക് തന്നെ പല റേറ്റിനുള്ളതുണ്ട്. നമ്മൾ സ്ഥിരം ഇതാണ് മേടിക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും ഇവിടെയാണ് കുറച്ചുകൂടി ലാഭമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ഇവിടുന്നാണ് കേട്ടോ മേടിക്കുന്നത്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് മേടിച്ചിട്ട് ഞാൻ നേരെ മാളിലോട്ടൊന്ന് പോയി. അത്യാവശ്യമായിട്ട് സവാളയായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ നല്ല മല്ലിയില ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഫ്രഷ് മല്ലിയില. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. മിക്ക കറിയിലും ഞാൻ ഇടാറുണ്ട്. അങ്ങനെ പിന്നെ അതും മേടിച്ച് 1-2 കൂട്ട സാധനങ്ങളും കൂടെയൊക്കെ മേടിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങിയിട്ട് മീൻ മേടിക്കാനായിട്ട് പോയി. അങ്ങനെ നല്ല ചൂര ഇരിക്കുന്നുണ്ട്, ഞാൻ ചൂര മേടിച്ചു. ഇവിടെ ആണെങ്കിൽ മീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. മീൻ മേടിക്കുമ്പോഴേ അവർ ചോദിക്കും ക്ലീൻ ചെയ്ത് തരണമെന്ന്. അങ്ങനെ ചോദിച്ചാൽ പിന്നെ നമ്മൾ വേണ്ടാന്ന് പറയില്ലല്ലോ. വിശന്ന് കുരുങ്ങിയാണ് വീട്ടിലോട്ട് വന്നത്. വന്ന പാടെ കുറച്ച് ചോറിട്ടങ്ങ് തന്നു. അല്ലെങ്കിലും വിശന്നിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ആഹാരം എന്തായാലും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ചു നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചാടി എണീറ്റു, കാരണം റിച്ച് വരുന്ന സമയമായി. അവൻ 3:30 കഴിയുമ്പം വരും. അപ്പം പിന്നെ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എല്ലാം എൻ്റെ ഏൽപ്പിച്ചു. കാരണം കുഞ്ഞ് ക്ഷീണിച്ച് നടന്നാണല്ലോ വന്നത്. ആ നടത്തം കണ്ടാൽ തന്നെ പാവം തോന്നും. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ലഞ്ച് കൊണ്ടുപോയി പാത്രമൊക്കെ കഴുകി വയ്ക്കാൻ പോയ നേരത്തിന് ഇവിടെ ഒരാളങ്ങ് ഉറങ്ങി. TV കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു. പക്ഷേ TV കണ്ട് ആളങ്ങ് ഉറങ്ങി. ഇനിയിപ്പോൾ ഉണത്തണ്ട, ഉറങ്ങട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇനി ഉറങ്ങി എണീക്കുമ്പോൾ എന്തായാലും അവൻ്റെ മൂശാട്ട പിടിച്ച സ്വഭാവം വെളിയിൽ വരും. കാരണം വൈകുന്നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഞാൻ അവനെ അവിടെ നിന്നെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. ഇനി എൻ്റേതായ കുറച്ച് ജോലിയിലേക്ക് പോകാമെന്ന് കരുതി നേരെ അടുക്കളയിലോട്ട് കയറി. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചായിരുന്നു. ഇത് ഞാനങ്ങ് പൊടിച്ച് വെക്കും. പൊടിച്ച് വെച്ചിട്ട് കുറുക്കിലിട്ട് കൊടുക്കും. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇതിനകത്ത് മുന്തിരി കഴിക്കില്ല, കാരണം പുളിയാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കും. ഇനിയിപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ വിശക്കുന്നമ്മയെന്നും പറഞ്ഞായിരിക്കും എണീറ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപൊരി ഉണ്ടാക്കി വെക്കാമെന്ന്. അങ്ങനെ മൈദപ്പൊടി എടുത്തു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, ജീരകം, പിന്നെ അരിപ്പൊടി. ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്യത്തില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ ഒരു പരുവത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുന്നതും കാത്ത് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി. ഞാൻ പഴംപൊരികൾ ഓരോന്നോരോന്നായി പറക്കിയൊക്കെ ഇട്ടു. അങ്ങനെ അതൊരു സൈഡ് വെന്തു, അടുത്ത സൈഡ് തിരിച്ചിട്ടു. ഇതൊക്കെ അങ്ങ് ഒട്ടിപ്പിടിക്കും. അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പക്ഷേ ഈ പരസ്പരം ഒട്ടിയിരിക്കുന്നതിനെല്ലാം എണ്ണയിലിട്ട് തന്നെ വേർപെടുത്തി എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ 2 സൈഡും മറിച്ചും തിരിച്ചു വിട്ട് പഴംപൊരി ഇവിടെ റെഡിയായി. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇനി നമുക്കിത് ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് ഒരു പാത്രത്തിലിട്ട് മാറ്റാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാ എണ്ണയിലിട്ട് പറക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴെങ്കിൽ റിച്ച് ഇവിടെ ഉണർന്നു. എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്നാലും ഈ ഉടുപ്പ് ഒരു വട്ടം ഞാൻ കുടഞ്ഞ സാധനമാണ്. വീണ്ടും വീണ്ടും എന്നോട് കുടയാൻ പറയുന്നത്. ഞാൻ പിന്നെ പുറമെ ചിരിച്ചങ്ങ് നിന്നേ ഉള്ളൂ, ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാലും റിച്ചു എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം ക്ഷമ എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം. ക്ഷമയെന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പഠിച്ചു എന്നതാണ് സത്യം. കാരണം ചില സിറ്റുവേഷനിൽ നമ്മൾ ക്ഷമിച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എത്ര വേണ്ടാന്ന് വെച്ചാലും ചില സമയം കൺട്രോൾ പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ നല്ല അടിയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പഴംപൊരി അവന് ഇഷ്ടമാണ്. പിന്നെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഇച്ചിരി എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെയാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങൾ. ടാറ്റാ.